ഞാനിവിടെ വന്നപ്പോഴാണെങ്കിലും ഇവിടെ അല്ലെങ്കിലും എവിടെയാണെങ്കിലും പ്രശ്നങ്ങളാണ് മൊത്തം. ഞാനായിട്ടുണ്ടാക്കുന്ന പ്രശ്നമല്ലെങ്കിലും ഒരു വള്ളികൾ വന്ന് ഇങ്ങോട്ട് വരും. ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യലാണ് എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ. ഞാനതപ്പോൾ എന്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നു, നമ്മളത് ഒരുമിച്ച് സോൾവ് ചെയ്യുന്നു. ഈ സെയിം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് റെഫറൻസ് ആയിട്ട് എടുക്കാം. എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, അത് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. സോ ദിസ് ഈസ് മൈ പ്രോബ്ലംസ് ആൻഡ് ദിസ് ഈസ് മൈ ലൈഫ്. ഇവിടെ അടുത്ത് ഈ ഹെൽ ഫയർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട്. ഒരു മൗണ്ടൻ വ്യൂ 360 ഡിഗ്രി ഡബ്ലിൻ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചുമ്മാ പോയിട്ട് വരാം. നമ്മൾ ഈ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാണ്ട് ഈ ദൂരെയുള്ള സ്ഥലത്ത് പോകണം, അത് കാണണം, ഇത് കാണണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. അവിടെ തന്നെ ഉണ്ടാകും കുറേ കാണാൻ. മേക്ക് ഷോർട്ട് ട്രിപ്സ് ഹാപ്പൻ. അതായിരിക്കും ഷോർട്ട് ട്രിപ്സ് ആയിരിക്കും, അൺപ്ലാൻഡ് പരിപാടികളായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മിക്ക പരിപാടികളും അങ്ങനെയാണ്. അങ്ങനെ സോ പോയി നോക്കാം. നമ്മളിവിടെ ലൊക്കേഷനിലെത്തി. ഇവിടെയാണ് കാർ പാർക്കിംഗ്. സോ ഇവിടെ വണ്ടി ഇട്ടിട്ട് കുറച്ച് നടക്കാനുണ്ട്, ചെറിയൊരു ട്രക്ക് പോലെ ഉണ്ട്. അപ്പോൾ ബാക്കി ഞാനവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റായിട്ട് നമുക്ക് നടക്കാനിറങ്ങാം. ഇവിടെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ചെളി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊല്ലത്തിൽ പോയി കഴിഞ്ഞാൽ ഷൂസ് എല്ലാം കുളമാവും. അതുകൊണ്ട് ഞാൻ നൈസായിട്ടൊരു ബൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് ഇറങ്ങാം. അപ്പോൾ ബോട്ടൊക്കെ ഇട്ട് സെറ്റായി. ഇനി പതുക്കെ നമുക്ക് ഹെൽ ഫെയർ ക്ലബിലേക്ക് പോവാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് എന്തോരം ഉണ്ട് നടക്കാനൊന്നും അറിയില്ല, ചുമ്മാ നടന്നു പോയി നോക്കാം. നമുക്കിവിടെ നിന്നാൽ ചെറുതായിട്ട് ഡബ്ലിൻ പോർട്ടിൻ്റെ ഒരു വ്യൂ ഒക്കെ ഒരു പോർഷൻ കാണാം. അപ്പോൾ ബെറ്റർ വ്യൂ കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. നമുക്ക് മുകളിൽ പോയിട്ട് ഞാൻ ഫുൾ 360 വ്യൂ കാണിച്ചു തരാം. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇവിടെ നല്ല ഫ്രീസിങ് ടെമ്പറേച്ചറാണ്. നല്ലതെന്നൊന്നും പറയില്ല, ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു 4 ഡിഗ്രിയാണ്. ബട്ട് ഫീൽസ് ലൈക്ക് -4 ഡിഗ്രി അല്ല -2 ഡിഗ്രി എന്നാണ് കാണിക്കുന്നത്. സോ വലിയ തണുപ്പില്ല, എന്നാലും തണുപ്പ് പറ്റാത്തവർക്ക് ഇത് നല്ല തണുപ്പാണ്. ഇപ്പോൾ ഞാൻ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഇതാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഫുൾ എലിവേഷനാണ്, കിതയ്ക്കുന്നുണ്ട്. സോ ഇങ്ങനെ നടന്നു വന്നപ്പോൾ റൈറ്റിലേക്ക് ഇതേപോലെ ഒരു ഓഫ് റോഡ് വഴി വല്ലതും ഉണ്ട്. അപ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതിലേക്ക് കയറി. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഒരു ഫാമിലി അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നടന്നു പോയി നോക്കാം. യു വോണ്ട് ബിലീവ് വാട്ട് ഐ എം സീയിങ്. ഞാൻ കാണുന്ന ഫുൾ ഡബ്ലിൻ സിറ്റി സെൻറ്ററും അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളുമാണ്. അങ്ങനെ സോ ബ്യൂട്ടിഫുൾ. അതാണ് ഡബ്ലിൻ പോർട്ട്. ബാക്കി കുറച്ചുകൂടെ നല്ല വ്യൂ മുകളിലുണ്ടാവും. അവിടെ പോയിട്ട് കാണിച്ചു തരാം. വലിയ പാടൊന്നുമില്ല നടന്നെത്താൻ. അടുത്ത് തന്നെയാണ്. ഒരു അറൗണ്ട് ഒരു 600 to 800 മീറ്റേഴ്സ് നടക്കാനുള്ളൂ. നടന്നു വരുമ്പോൾ കാണുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ഒരു നേരത്തെ നമ്മൾ മാപ്പിൽ കണ്ട ഹെൽ ഫയർ ക്ലബ്ബ്. ആ ലൊക്കേഷൻ ഇതാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ ബോർഡൊക്കെ ഉണ്ട്, പോയി നോക്കാം. സോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്.
ഒക്കെ ആയിട്ട് വന്ന ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനും ഒരു 9 to 5 വർക്ക് ചെയ്യുന്ന ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. ഞാൻ നമ്മളെപ്പോഴും ഈ 9 to 5 വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരും. ഇവിടെ കഴിഞ്ഞ ജനുവരി തൊട്ട് ഫുൾ മഴ ആയിരുന്നു. സോ ഇന്നാണ് ഒന്ന് തണുപ്പുണ്ട്, ബട്ട് സ്റ്റിൽ മഴയില്ല. ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു മൂഡായതുകൊണ്ട് ഞാനൊന്ന് അടുത്തുള്ള സ്ഥലങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. സോ ബേസിക്കലി നിങ്ങൾ എന്നെ പോലത്തെ ഒരാളാണെങ്കിൽ മേ ബി ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഇതിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ സംസാരിക്കുന്ന എൻ്റെ ചാനലിലൂടെ മോസ്റ്റ്ലി മൈ ലൈഫ് ആൻഡ് മൈ ലൈഫ് സ്റ്റൈൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. മൈ ഇൻട്രസ്റ്റ് ഗെയിമിംഗ് ഉണ്ടാവും, കാർ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കോണ്ടൻറ്റ്സ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ബേസിക്കലി എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് ഇവിടെ ഷോക്കേസ് ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് മോർ ഓവർ പ്രോബ്ലംസ്, യെസ്, നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് പ്രോബ്ലം സോൾവ് ചെയ്യലും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് ചെയ്യുന്നതും ഇറ്റ്സ് എ ബിഗ് തിങ്. ചാലഞ്ചസ് ഉണ്ട്, ഒരുപാടുണ്ട്. മൈ ലൈഫ് ഹാസ് നെവർ ബീൻ ഈസി ഫോർ മീ. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും അങ്ങനെയായിരിക്കും. അതൊരു ക്വസ്റ്റായിട്ട് കാണാനാണ് എനിക്ക് ഇപ്പോൾ താല്പര്യം. സോ ഞാനതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കാരണം മേ ബി ഇഫ് യു ഹാവ് ദ സെയിം പ്രോബ്ലംസ് നിങ്ങൾക്കിത് റെഫറൻസ് ആയിട്ട് എടുക്കാം. ബട്ട് സ്റ്റിൽ ഇത് കോപ്പി അടിച്ച് വെക്കരുത്, അത് നിങ്ങൾക്ക് മോർ പ്രോബ്ലംസ് ഉണ്ടാക്കും. സോ ലെറ്റ്സ് മീറ്റ് ആൻഡ് സോൾവ് ദ പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ് ആൻഡ് മൈ ലൈഫ്. സോ ദാറ്റ്സ് വെയർ വി ആർ ഹെഡിങ് ടു. സോ ഓൺ ദ വേ ഞാൻ മറ്റേ ആ ഡ്രോൺ പറത്തിയ 2 ആൾക്കാരെ മീറ്റ് ചെയ്തായിരുന്നു, അവരെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് 2 ഡ്രോൺ ഷോട്ട്സ് പറ്റിയാൽ അയച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കിട്ടിയാൽ ഞാൻ അതും കൂടെ ഈ വീഡിയോയിൽ ഡ്രോപ്പ് ചെയ്യാം. കുഡ് ബി നൈസ്. അവർ പറഞ്ഞു അപ്പ് മൗണ്ടൻസിലെല്ലാം മഞ്ഞുണ്ട്. ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്, ബട്ട് സ്റ്റിൽ ഇവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. ബട്ട് ദേ സെഡ് ലൈക്ക് ദേ റിയലി ഗോട്ട് സം നൈസ് ഷോട്ട്സ്. സോ ലെറ്റ്സ് സീ. നമ്മൾ ഇവിടെ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് തണുപ്പും ഞാൻ പിന്നെ അധികം പ്രിപ്പയർഡും അല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് നാളെ വേറെ എവിടെയെങ്കിലും കൂടെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ അൺടിൽ ദെൻ ബൈ. So right now being here I feel I have done something today. So if you're feeling what to do today, why don't you ask yourself, try to do today. I'm asking you, what did you